എല്ലാ കുട്ടികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് എന്നൊരു ടോപ്പിക്ക് നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് എടുത്തതും കൂടിയാണ്. അപ്പോൾ വേരിയബിൾ ഫോഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക് ഡൺ, അതായത് വേരിയബിൾ ഫോഴ്സിൽ തന്നെ അതിൻ്റെ വാക്ക് കിടക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥമുണ്ട്. അതായത് ഫോഴ്സ് വാരി ചെയ്യുന്നു, കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അല്ല എന്നർത്ഥം. സോ ഫോഴ്സ് ഈസ് വാരിയിങ്. സോ അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ഡൺ ഇക്വേഷൻ, നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ എഴുതിയതാണ്. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ അതിൽ നിന്നും ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു. ഡബ്ല്യു ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അപ്പോൾ അതിലൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ. അതായത് ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ആർ അലൗഡ് ടു അപ്രോച്ച് സീറോ, ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ ചെറുതാണെങ്കിൽ, അങ്ങനെയാവുന്ന കേസിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താ ഇങ്ങനെ എഴുതാം. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ദാറ്റ് ഈസ് എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നെഴുതാം. ഇനി അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഓരോ ചെറിയ ചെറിയ വർക്ക് എല്ലാം കൂടി ആഡ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. W is equal to limit delta x tends to 0 sigma xi to x of initial to the final work done f of x into delta x നെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതുന്നു? ഈ ടേമിനെ മുഴുവനായിട്ടും, അതായത് ഈ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 സിഗ്മ xi to xfനെ ടോട്ടലി നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് എന്ന് പറയുന്ന ആ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൊണ്ട് എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, അതായത് ലിമിറ്റ് ലോവർ ലിമിറ്റ് xi ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈനൽ പോയിന്റ് വരെ എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് എന്നെഴുതാം. ദ ടോട്ടൽ വർക്ക് ഡൺ. ഇനി ഇത് ഈ സെക്ഷൻ നമുക്ക് ഡെറിവേഷൻ്റെ രൂപത്തിലാണ് ചോദിക്കാറ് കൂടുതലായിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വേറൊരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഈസ് വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിനെ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് കെ എന്ന് എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് കെയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി മോളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാഫ് എം വി സ്ക്വയർ ആണെന്ന്. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒരു മിനിറ്റ്, നമ്മൾ ഈ ഹാഫ് എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 2v ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ ജനറൽ ഫോമുല എന്ന് പറയുന്നത് നമുക്കിത് അവിടെ നിന്ന് നോക്കാം. ഡി എക്സ് റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഇത് ജനറൽ ഫോമുലയാണ്. ഇതിൻ്റെ ജനറൽ ഫോമുല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം. ഡി എക്സ് റൈസ് ടു എൻ ഡിവൈഡ് ബൈ ഡി എക്സ് ദാറ്റ് ഈസ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ് വന്നിരിക്കുന്നത്. 2 എക്സ് റൈസ് ടു 2 മൈനസ് 1 എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. ഇനി ഡി എക്സ് റൈസ് ടു 3 ഡിവൈഡഡ് ബൈ ഡി എക്സ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെ കിട്ടുക നോക്കൂ. ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടുക. ഇനി പക്ഷേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് ഡി വി ഡിവൈഡ് ബൈ ഡി ടി ആണ്. അതായത് നമ്മൾ ഇത്ര നേരം കണ്ടു ഡി എക്സ് റൈസ് ടു എൻ ഡിവൈഡ് ബൈ ഡി എക്സ്, പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഡി വി ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമ്മളിവിടെ ഡി വി സ്ക്വയർ ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് 2 ഇൻറ്റു വി റൈസ് ടു 2 മൈനസ് 1 അതിൻ്റെ കൂടെ ഒന്നുകൂടെ നമുക്ക് വരും. ദാറ്റ് ഈസ് ഡി വി ഡിവൈഡ് ബൈ ഡി ടി എന്നും കൂടെ വരും. ദാറ്റ് ഈസ് 2v ഡി വി ബൈ ഡി ടി അങ്ങനെയാണ് വന്നത്. ഇനി നമുക്ക് ഇത് അറിയാൻ വേണ്ടി ഒരു ജനറൽ ഫോമുല വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡി എക്സ് റൈസ് ടു എൻ ഡിവൈഡ് ബൈ ഡി ടി എന്നാണ് വന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദാറ്റ് ഈസ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1ൻ്റെ കൂടെ ഇവിടെ ഡി എക്സ് ബൈ ഡി ടി എന്നും കൂടെ വരും.
അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക, ഈ ഫോമിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കിത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2v × dv/dt വന്നു കഴിഞ്ഞാൽ സോ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി m × dv/dt × v എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു m × ഈ dv/dt എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ്, m × a. ഇനി v യെ നമ്മളൊന്ന് മാറ്റി എഴുതുന്നതാണ് dx/dt എന്ന് പറയുന്നത്. സോ മാസിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് × dx/dt എന്ന് കിട്ടി. സോ ഫൈനലി നമുക്ക് dk/dt, LHS നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു f × dx/dt എന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, dk is equal to f × dx. അതായത് ഈ dt നമുക്ക് വേണ്ട, dk that is equal to f × dx നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്കിതിലെ ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷനെ, നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നമുക്കിതിനെ കൊടുക്കാം. ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് dk, ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെയാണ്. ഇൻ്റഗ്രൽ ഓഫ് ki to k of dk that is equal to. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും എവിടെ മുതലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇനീഷ്യൽ പോയിന്റ് മുതൽ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദ ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഡി എക്സ് എന്ന് കിട്ടും. എഫ് ഡി എക്സ് കിട്ടി. അതായത് നമ്മൾ dk is equal to f dx എന്നുള്ള ഇക്വേഷനിൽ ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഇനീഷ്യൽ ടു ഫൈനൽ dk that is equal to ഇൻ്റഗ്രൽ ഓഫ് xi to x of f dx എന്ന് കിട്ടി. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ജനറൽ ഫോമിലെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഇൻ്റഗ്രൽ ഓഫ് x⁻n dx എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യൽ എപ്പോഴും പഠിച്ചു. ഇവിടെ x⁻n dx നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ജനറൽ ഫോമുല x⁻n+1 / n+1 ആണ്. പിന്നെ വീണ്ടും നമുക്ക് ഈ dx എഴുതേണ്ട ആവശ്യമില്ല. x⁻n dx നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁻n+1 / n+1 ആണ് കിട്ടുക. ഇനി ഒരെണ്ണം കൂടി നമ്മളിവിടെ പഠിച്ചു വെക്കണം, ഇൻ്റഗ്രൽ ഡി എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് എന്നാണ്. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ വന്നത് ഇൻ്റഗ്രൽ ki to k of dk is equal to ഇൻ്റഗ്രൽ xi to x of f dx എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ LHS നമുക്ക് ഇൻ്റഗ്രൽ dk എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ dx x ആണെങ്കിൽ ഇൻ്റഗ്രൽ dkയുടെ വാല്യൂ എന്തായിട്ട് മാറും, k എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് LHS നമുക്കിപ്പോൾ എന്തെഴുതാം, k എന്ന് എഴുതാം. ഇനി അവിടെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റിനെ കുറിച്ച് നിങ്ങൾ മാത്സിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ലിമിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ താഴെയുള്ള ലോവർ ലിമിറ്റ്, താഴെയുള്ളതിനെ നമ്മൾ ലോവർ ലിമിറ്റ് എന്ന് വിളിക്കും, മുകളിലുള്ളതിനെ നമുക്ക് അപ്പർ ലിമിറ്റ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഇതിൽ ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ki to k of dk is equal to k എന്ന് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിതിൽ ആൻസർ k എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ki to kf അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അപ്പർ ലിമിറ്റാണ് ആദ്യം കൊടുക്കേണ്ടത്. k എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം kന് നമ്മൾ kf എന്ന് കൊടുത്തു, kf. ഇനി ലോവർ ലിമിറ്റ് കൊടുത്തു, അപ്പോൾ നമുക്ക് kf - k എന്ന് കിട്ടി. ഇതിന് എക്സാമ്പിൾ വേറൊന്ന് പറയാം, x⁻², ഇവിടെ ഒരു 3ഉം ഇവിടെ ഒരു 4ഉം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ കെയുടെ സ്ഥാനത്ത് ഞാനിവിടെ എക്സ് എന്ന് എഴുതി. എക്സ് ലോവർ ലിമിറ്റ് 3 കൊടുത്തു, അപ്പർ ലിമിറ്റ് 4 കൊടുത്താൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റ് കൊടുക്കണം. അതായത് എക്സിന് 4 കൊടുക്കണം. 4 കൊടുത്തു മൈനസ്, ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 കൊടുക്കുക, എക്സിന് 3 കൊടുക്കുക. 4 - 3 = 1. പക്ഷേ ഇങ്ങനെ ഇവിടെ ഒരു kfഉം kiന് വാല്യൂ ഇല്ല ത്തോണ്ട് നമ്മൾ അതേപോലെ തന്നെ എഴുതി വയ്ക്കുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഫോമുല. അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ ഇൻ്റഗ്രൽ xi മുതൽ xf വരെ f dx എന്നാണ് ഫോമുല കിട്ടുക. ഇനി നോക്കൂ, നമ്മുടെ LHSന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു, kf - ki that is equal to. ഇനി ഈ ഇൻ്റഗ്രൽ xi to x of f dx എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതായത് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ആണ് ഈ ഇൻ്റഗ്രൽ xi to x of f dx എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വർക്ക് എനർജി തിയറം ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇതാണ് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സിനുള്ള വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്തു. ഒരു വേരിയബിൾ ഫോഴ്സിനുള്ള വർക്ക് എനർജി തിയറം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
അതായത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള ഫോമിനെക്കുറിച്ച് നിങ്ങളൊന്ന് നോക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വായിച്ചു നോക്കുക. ഓക്കെ.